الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فيا أيها الناس أوصيكم عباد الله بالتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون മുഅ്മിനുകളെ, അല്ലാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും സർവോപരി മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും യത്നിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. പ്രതിസന്ധികൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ വിവരിച്ചാൽ തീരാത്തത്ര പ്രതിസന്ധികൾ ഇസ്ലാമിക സമൂഹം ലോകത്ത് നേരിടുന്നുണ്ട്. ജയാപജയങ്ങളിൽ നിന്നോ വർത്തമാനകാല സംഭവങ്ങളിൽ നിന്നോ വീണ്ടും വിചാരം ഉണ്ടാവുകയും ദീർഘവീക്ഷണം രൂപപ്പെടുത്തുകയും ചെയ്യുന്നതിൽ വരുന്ന കാലതാമസവും കാലവിളംബവും ഒക്കെയാണ് പ്രതിസന്ധികളുടെ എല്ലാം ഒരു കാരണം. നമ്മൾ അധിവസിക്കുന്ന നാട്ടിൽ പോലും നമുക്ക് ഏറെ ബഹുമാന ആദരവുകളുള്ള ഒരു സ്ഥാനം പള്ളികളാണ്. ഇമാം ഇബ്നു ഹജർ അലൈഹിർ റഹ്മയുടെ ലോകപ്രസിദ്ധമായ ഒരു കിതാബു സവാജിറാണ്. അതിൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് വെളിയിൽ പോകുന്നതിൻ്റെ, മുർത്തദ്ദായി മാറുന്നതിൻ്റെ കാരണങ്ങൾ അതിൽ അദ്ദേഹം സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. 1, 2, 3 ഇങ്ങനെ. അത് നമ്മൾ വായിച്ചു വരുമ്പോൾ 90 മുതൽ ഏതാണ്ട് 100 വരെയുള്ള കാരണങ്ങൾ അദ്ദേഹം എണ്ണുന്നത് പള്ളികളുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഏറ്റവും സർവാദരണീയങ്ങളാണ് പള്ളികൾ. ആ പള്ളികളുടെ ഹുറുമത്തിന് ചേരാത്ത എല്ലാ നടപടിക്രമങ്ങളും വ്യക്തികളെ അവരറിയാതെ തന്നെ ഇസ്ലാമിന് വെളിയിലേക്ക് കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ മുർത്തദ്ദായി മാറാൻ കാരണമാകും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എല്ലാവരുടെയും ദൗത്യം എന്ന നിലയിൽ വിവരിച്ചത് പരിപാലനമാണ്. സേവനം വേറൊരു വകുപ്പാണ്, പരിപാലനം വേറെ ഒരു ഇനമാണ്.
വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ മാ കാന ലിൽ മുശ്രികീന അൻ യഅ്മുറു മസാജിദല്ലാഹ് ഷാഹിദീന അലാ അൻഫുസിഹിം ബിൽ കുഫർ ഉലൈക ഹബിതത് അഅ്മാലുഹും വഫിന്നാരി ഹും ഖാലിദൂൻ. അവിശ്വാസികൾക്ക് ഭൂഷണമല്ല അള്ളാഹുവിൻ്റെ പള്ളികളെ പരിചരിക്കുക എന്നത്. അവർ സ്വയം പ്രഖ്യാപിക്കുന്നവരാണ് സത്യനിഷേധത്തെ. അപ്പൊ ഈ ദീനിന്റെ അടിസ്ഥാനത്തെയും അടിത്തറയെയും അതിൻ്റെ അന്ത്യപ്രവാചകൻ എന്ന നിലയിൽ ഖുർആനിനെ ലോകത്തെത്തിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവഗണിക്കുക മാത്രമല്ല, ഇകഴ്ത്തുകയും വളരെ മോശമായ നിലയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നവരായിരിക്കെ അവർ സ്വയം അവരെ തന്നെ പരിചയപ്പെടുത്തുന്നത് അവിശ്വാസത്തിൻ്റെ വക്താക്കളെന്നാണ്. അങ്ങനെ ഉണ്ടായിരിക്കെ അവർ അള്ളാഹുവിൻ്റെ പള്ളികൾ പരിചരിച്ചുകൂടാ. അവർ അവരുടെ അമലുകളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് ഇഹത്തിൽ തന്നെ. അവരിൽ ഒരുപാട് നന്മകളുണ്ട്. തഫ്സീറുൽ കബീറിൽ ഇമാം റാസി അലൈഹിർ റഹ്മ ഏതാണ്ട് ഒരു പേജിൻ്റെ അടുക്കൽ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇത് വിവരിക്കുന്നുണ്ട്. അവർ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനം, സഹായം, ചികിത്സകൾ, വിദ്യാഭ്യാസം, കടബാധ്യതകൾ ഏറ്റെടുക്കൽ, അങ്ങനെ തുടങ്ങി ഒരുപാട് നന്മകളുണ്ട്. എണ്ണമറ്റ നന്മകൾ ജീവിതത്തിലുണ്ട്. പക്ഷെ അവരുടെ ഈ നിഷേധം കാരണം ഈ അമലുകളുടെ എല്ലാം പ്രതിഫലം പരലോകത്ത് നിന്ന് തടയപ്പെടുന്നു. അത് ഈ ദുനിയാവിൽ തന്നെ അനുഭവിച്ചു തീരുന്നു എന്നാണ്. അങ്ങനെ ആയിരിക്കെ അവർ അള്ളാഹുവിൻ്റെ ഈ പള്ളികൾ പരിചരിക്കേണ്ടതില്ല. ഇത് സൂറത്തുൽ ബറാഅത്ത്, സൂറത്ത് തൗബയുടെ ഒരായത്താണ്. ഈ തൗബ ആരംഭിക്കുന്നത് തന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ മേൽ വലിയ ഒരു ചുമതല ഏൽപ്പിച്ചുകൊണ്ടാണ്. അപ്പൊ നിങ്ങളാണ് ഇനി ലോകത്ത് ജനങ്ങളുടെ മുൻപിൽ അതിൻ്റെ മഹത്വത്തെ കാത്തു സൂക്ഷിക്കേണ്ടവരും നിലനിർത്തേണ്ടവരും അതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രയത്നിക്കേണ്ടവരും നിങ്ങളാണ് എന്ന ഏറ്റവും മഹത്തായ ചുമതലയാണ്. അതിന് ഖുർആൻ അടിസ്ഥാനമാക്കുന്നത് മസ്ജിദുൽ ഹറമിനെയാണ്. ഞാൻ ഏതാണ്ട് അതിൻ്റെ ഒരു വിവരണം തഫ്സീറുൽ കബീർ മാത്രമാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. അപ്പൊ മസ്ജിദുൽ ഹറമിനെ അടിസ്ഥാനമായി ലക്ഷ്യപ്പെടുത്തിയിട്ട് അതിൽ സ്ഥാപിതമാണ് ലോകത്തുള്ള പള്ളികളൊക്കെ. അപ്പൊ ഇമാം റാസി അലൈഹി റഹ്മ പറയുന്നത് മസ്ജിദ്, മസാജിദ്, ഖുർആൻ മസ്ജിദ് എന്നാണ് അതിനെ ഉപയോഗിച്ചത്, മസ്ജിദുൽ ഹറം. അപ്പൊ ആ ഒരു വാക്ക് ഉപയോഗിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ തഫ്സീറിലെ വിശദീകരണം ഏകവചനം പറയുകയും ബഹുവചനത്തെ ഒന്നടങ്കം ആ പദം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു എന്നതാണ്. സുജൂദ് ചെയ്യുന്ന ഇടം എന്നാണ് അതിൻ്റെ അർത്ഥം. പള്ളിക്ക് കാമ്പൗണ്ട് നിർണയിച്ചിട്ടുണ്ടെങ്കിലും അതിർത്തി നിർണയിച്ചിട്ടുണ്ടെങ്കിലും മസ്ജിദുൽ ഹറമും അതിൻ്റെ മുറ്റങ്ങളും പരിസരങ്ങളും എല്ലാം മസ്ജിദ് തന്നെയാണ്. ആ അർത്ഥത്തിലാണ് ഖുർആൻ പിന്നീട് അതിൻ്റെ പരിസരങ്ങളെപ്പോലും വളരെ ആദരപൂർവം വീക്ഷിക്കണമെന്നും നിശബ്ദതയിൽ അച്ചടക്കത്തോടെ പെരുമാറണമെന്നും അവിടെ ശണ്ട കൂടാൻ പാടില്ല എന്നൊക്കെ ഖുർആൻ വിവരിച്ചത് ഈ അർത്ഥത്തിലാകുന്നു എന്ന് അദ്ദേഹം അവിടെ സമർത്ഥിക്കുന്നു. അപ്പൊ നമ്മളത് പറഞ്ഞു വരുന്നത് ഖുർആൻ എന്നിട്ട് ഇമാറത്തിനെ കുറിച്ച് സംസാരിക്കുന്നു സൂറത്ത് തൗബയിൽ. ഇപ്പൊ നമ്മൾ സൗദി അടക്കമുള്ള ഭരണകർത്താക്കൾ, സൗദിയിലെ ഹറമുകളെ നോക്കുന്ന
രണ്ട് ഹറമുകളുടെ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പൊ സൗദി രാജകുടുംബം അല്ലെങ്കിൽ ഭരണകർത്താക്കൾ ആരും ആകട്ടെ, അവരെ ഖാദിമുൽ ഹറമൈനി എന്നാണ് വിളിക്കുക. ഖാദിമ് എന്ന് പറഞ്ഞാൽ സേവകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനുവേണ്ട എല്ലാ സേവനങ്ങളിലും വളരെ ശ്രദ്ധ പുലർത്തി രാപകൽ ഭേദമന്യേ അതിൻ്റെ എല്ലാ നിലനിൽപ്പിനും വളർച്ചയ്ക്കും നന്മയ്ക്കും ജനങ്ങൾ വന്നണയുന്ന മുഴുവൻ പേർക്കും സൗകര്യങ്ങൾ ഒരുക്കുന്നതിലൊക്കെ അതീവ ശ്രദ്ധാലുക്കളായതുകൊണ്ട് അവർ ഖാദിമുകളായി മാറി, അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ സേവകനായി. ഇമാറത്തിന് ഇമാം റാസി കൊടുക്കുന്ന സഹാബികളുടെ ഒരു വിവരണമുണ്ട്. ഇമാറത്ത് എന്ന് പറഞ്ഞാൽ അധിക സമയം വന്നണയുന്ന ആളുകളാണ്. കേവലം ഒരു പള്ളി ഉണ്ടാകലല്ല, ആ പള്ളിയിൽ എല്ലാ വഖത്തുകൾക്കും ലഭ്യമാകുന്ന സമയങ്ങളിലും വന്നു ചേർന്ന് ഇബാദത്തുകൾ നിർവഹിക്കുക എന്നതാണ് പള്ളിയുടെ ഏറ്റവും വലിയ ഇമാറത്ത്. ഖിദ്മത്തല്ല, പരിചരണം എന്ന് പറയുന്നത് അതാണ്. അപ്പം അതുകൊണ്ടാകാം ഇമാം ഇബ്നു ഹസം അലൈഹി റഹ്മയുടെ മുഹല്ലയില് ഒരു ഹദീസ് അദ്ദേഹം ഉദ്ധരിച്ചിട്ട് എന്തുകൊണ്ടാണ് നമസ്കാരം തന്നെ ശരിയല്ല എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. ഹദീസ് ഇതാണ്: ലാ സ്വലാത്ത ലി ജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദ്. പള്ളിയുടെ അയൽപക്കങ്ങളിൽ ഉള്ളവർക്ക് നമസ്കാരം തന്നെയില്ല പള്ളികളിലല്ലാതെ. അപ്പോൾ ഓരോരുത്തരും ഈ പള്ളികളുടെ പരിചാരകരായി മാറും. അവരാണ് കൃത്യമായിട്ട് എല്ലാ വഖത്തിനും എത്തുക, ജമാഅത്ത് സൂക്ഷിക്കുക, എല്ലാ റക്അത്തുകളിലും അവരുടെ സാന്നിധ്യം ഉണ്ടാകുന്നു. പിന്നെ അള്ളാഹുവിൻ്റെ ഇബാദത്തുകളിൽ ഏറ്റവും വലിയ ദിക്റാണ്. ആ ദിക്റിൻ്റെ മജ്ലിസുകളും പള്ളികളിലാണ്. അവരവിടെ ഇരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യം അതാണ്. അപ്പൊ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടാണ് ജമാഅത്ത് കേവലം ഒരു കിഫായ എന്ന അർത്ഥത്തിലാക്കിയാൽ പോരാ, അത് കുറച്ചുകൂടി ജാഗ്രതയുള്ള ഒരു നിർബന്ധ നമസ്കാരം എന്ന നിലയിൽ ജമാഅത്തിനെ കാണണം എന്ന് അദ്ദേഹത്തിൻ്റെ മുഹല്ലയിൽ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. ഞാനത് മുഴുവൻ പറഞ്ഞു പോവുകയല്ല. ഖുർആൻ എന്നിട്ട് പറഞ്ഞു ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്. ഇവിടെ ഒരു ഹസറാണ്, ക്ലിപ്തപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ പള്ളികൾ പരിചരിക്കുന്നത് ഇനി പറയുന്നവരാണ്. ഇപ്പൊ ലോകമെമ്പാടും നമ്മൾ നമ്മുടെ ഈ പ്രതിസന്ധികളെ കാണുകയാണല്ലോ. എന്താ കാരണമെന്ന് അന്വേഷിക്കുകയാണ്. കാരണം നമ്മളുടെ ഈ ചെറിയ ഒരു കാര്യം മുതൽ മുകളിലേക്ക് ചിന്തിച്ചാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ലളിതമായൊരു ഉദാഹരണത്തിൽ ഇന്ന് ഈ വിഷയം ഒതുക്കുന്നത്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കുന്നവർ. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അതിൻ്റെ ഒന്നാമത്തെ അടിസ്ഥാനം അള്ളാഹുവിൽ വിശ്വാസവും പരലോകത്തിൽ ദൃഢമായ ഉറച്ച വിശ്വാസവും ഉള്ളവരാണ്. എന്താണ് തുടക്കത്തിൽ അതങ്ങനെ പറയാൻ കാരണം? അവർക്ക് മാത്രമേ പടച്ചവനെ പ്രതീക്ഷയും അള്ളാഹുവിൻ്റെ പൊരുത്തവും അവൻ്റെ പ്രതിഫലവും ആഗ്രഹിക്കുക എന്ന ഹൃദയംഗമായ ആഗ്രഹമുള്ളത് ഈമാനും പരലോകബോധ്യവും ഉള്ളവർക്കേ ഉള്ളൂ. അപ്പൊ അവരെ സംബന്ധിച്ച് ഈ ദുനിയാവിൽ വേറൊന്നും അവർക്ക് ആഗ്രഹമില്ല, അള്ളാഹുവിൻ്റെ കൂലിയും പൊരുത്തവും മാത്രമാണ്. അവരാണ് പള്ളിയുടെ പരിചാരകർ. വ അഖാമസ്സലാത്ത്, അവരാണ് നമസ്കാരം നിലനിർത്തുന്നവർ. അപ്പൊ അതിൻ്റെ ഫലവും ഗുണവും എത്രയോ വിവരിച്ചാലും തീരാത്തതാണ്. ഫലവും ഗുണവും ബാഹ്യമായി കാണിക്കുന്നതൊന്നും അല്ല. വളരെ ആത്മാർത്ഥതയോടെ ഹൃദയപൂർവം നിഷ്കളങ്കമായി സമയാസമയം നമസ്കാരം നിർവഹിക്കുന്നു പള്ളികളിൽ. സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നവരാണ്. അപ്പൊ അവരുടെ വൈയക്തികമായ ചുമതല അവർ നിറവേറ്റുന്നു നമസ്കാരത്തിലൂടെ.
അവരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും നാടിൻ്റെയും ജനങ്ങളുടെയും സാമൂഹികമായ ജീവിതത്തിൽ അവർ നേർക്ക് നേരെ ഇടപെടുന്നു സക്കാത്തിലൂടെ. അപ്പൊ ജനങ്ങളെ സംബന്ധിച്ചൊരു പള്ളി, ആ പള്ളിയുടെ പരിചാരകരായ വിശ്വാസമുള്ള പരലോക ബോധ്യമുള്ള നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷയായി വരും. അവർക്ക് വലിയൊരു പ്രതീക്ഷയാണല്ലോ അങ്ങനെയുള്ള ആളുകൾ ഒരു നാട്ടിൽ ഉണ്ടാവുക എന്നത്. അത് നിങ്ങൾ കുറെ കൂടി ആലോചിച്ചാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. ഇതാണ് ഒരു വിശ്വാസിയുടെ, പള്ളിയുടെ പരിചാരകന്റെ അടയാളം. എന്നാൽ സർവോപരി മറ്റൊരു കാര്യമുണ്ട്. വലം യഖ്ഷ ഇല്ലല്ലാഹ്, അള്ളാഹുവിനോടല്ലാതെ യാതൊരു ഭക്തിയും വേറെ ഒന്നിനോടും ഇല്ല. പടച്ചവനെ അല്ലാതെ ഭയപ്പെടുന്നില്ല അവർ. ഖുശൂഇന് ഈ രണ്ട് സാരാണ്. ഒന്ന്, വേറെ ഒന്നിനോടും ഭക്തി കാണിക്കൂല. രണ്ട്, പടച്ചവനെ മാത്രമേ അവർ ഭയം കാണിക്കുകയുള്ളൂ. ഭയപ്പെടുന്നത് അള്ളാഹുവിനെയാണ്. ഈ ലോകത്ത് ആരെയും അവർക്ക് ഭയമില്ല. ഇതാണ് അതിലെ ഏറ്റവും സവിശേഷമായ ഒരു ഘടകം. ഫഅസ ഉലൈക അൻ യകൂനു മിനൽ മുഹ്തദീൻ. തീർച്ചയായും ഇതൊരു ആശങ്കയുടെ ലഫ്ളല്ല. അവർ ഹിദായത്ത് ലഭിച്ചവർ ആയി തീർന്നിരിക്കുന്നു, അല്ലെങ്കിൽ ആയി തീർന്നേക്കാം. ഹിദായത്ത് ലഭിച്ചവരായി തീരുന്നത് പള്ളികളുടെ പരിപാലനമാണ്. അതിന് ഇനി നമ്മൾ ഇബ്നു ഹജർ അലൈഹി റഹ്മ, ഹാഫിദ് ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ സവാജിറിൽ ഉദ്ധരിച്ച കുറെ കാര്യങ്ങളാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, പള്ളിയുടെ ഹുറുമത്ത് മുസ്ലിമുകൾ അതിന്റെ പൂർണ്ണമായ ആദരവിൽ കാണണം. ഒരു മനുഷ്യൻ മദീന പള്ളിയിൽ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ശബ്ദം ഉണ്ടാക്കി, അത് കലഹിച്ചതാണ്. കാരണം നമുക്ക് സ്ഥാനമില്ലാതെ, സ്ഥല കാല സമയ ബോധമില്ലാതെ മുസ്ലിമുകൾ പെരുമാറുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം പള്ളിയാണ്. അവർ പെട്ടെന്ന് വയലന്റ് ആവും, പിന്നെ അവർ അനാവശ്യം പറയും, ഉന്തും തള്ളവും ഉണ്ടാക്കും, അങ്ങനെ ബഹളം ഉണ്ടാക്കും. ഇതിൽ ഓരോന്നും അവൻ മുർത്തദ്ദാകുന്നതിന് കാരണമാണ്. ഇത് നമ്മൾ ആരോടാ പറയുക ഈ ലോകത്ത്? കേരളത്തിൽ. എന്നിട്ട് വേണമല്ലോ ഇനി സുഡാനിലേക്ക് പറയാൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇത്രയും നിസ്സാരമായി കാണുന്ന ഒരു സ്ഥലം വേറെ വല്ലതും ഉണ്ടോ? ഇതേ അർത്ഥത്തിലാണ് നമ്മുടെ ബെയ്ത്ത്. ഖുർആൻ ഉപയോഗിച്ചൊരു വാചകം ബെയ്ത്താണ്. ഈ ഖാലഫമാ ഖത്ബുക്കും അയ്യുഹൽ മുർസലൂൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുന്ന ഒരു ചോദ്യം. അതില് ആ മുർസലീങ്ങൾ മലക്കുകളാണ്. നിങ്ങൾ എന്താണ് വന്നതിന്റെ വിശേഷത്തിന്റെ കാര്യം എന്താണ്? അപ്പൊ അവർ പറയുന്നുണ്ട്, ഞങ്ങളൊരു ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട മലക്കുകളാണ്. ഖാലൂ ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമിൻ മുജ്രിമീൻ. അക്രമകാരികളാണ് ആ ജനത. അപ്പം ഞങ്ങളെ അള്ളാഹു ഏൽപ്പിച്ചത് അക്രമകാരികളായ ജനങ്ങളുടെ ഭൂപ്രദേശത്തെത്തിയിട്ട് അവരെ നശിപ്പിക്കുക എന്ന അദാബ്, ശിക്ഷ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങളെ അയച്ചേക്കണം. അവിടെ ഉപയോഗിച്ചൊരു വാചകമുണ്ട്, ഫമാ വജദിനാ ഫീഹാ ഗൈറ ബൈത്തിൻ മിനൽ മുസ്ലിമീൻ. മുസ്ലിമീനാണല്ലോ. ഇതൊക്കെ ഒരുവിധം ഗ്രഹിക്കുന്നവർക്കാണ് ഇത് മനസ്സിലാവുക. മുസ്ലിമുകൾ ഉള്ള ആ പ്രദേശത്ത് ഒരു ബൈത്തേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു പള്ളി. അതിനൊരർത്ഥം അതാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങൾക്ക് നൽകുന്ന പേര് മസ്കനാണ്, മറിച്ച് ബൈത്ത് എന്നാണ് അതിന് ഖുർആൻ വന്ന രണ്ടാമത്തെ പേര്. നമ്മുടെ രണ്ടാമത്തെ പേര് അതാണ്, നമ്മൾ താമസിക്കുന്ന. അപ്പൊ അതുകൊണ്ട് ഭവ്യമായി കാണേണ്ട ഏറ്റവും സർവാദരണീയ സ്ഥലം പള്ളിയാണ്. കാരണം ബൈത്തുല്ലാഹിൽ ഹറാമാണ് അതിൻ്റെ അടിസ്ഥാനം. അതിനോട് ചേർത്തിട്ടാണ് ലോകത്തുള്ള എല്ലാ സുജൂദ് ചെയ്യുന്ന പള്ളികളുടെയും ഹുക്കുമ്. ഇതിൽ ഇമാമുകൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇതേ ഭവ്യത നിലനിർത്തേണ്ട സ്ഥലമാണ് വീടുകൾ. എത്ര ഭംഗിയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതേ ഭവ്യത, അച്ചടക്കം, വിധേയത്വം
ഏറ്റവും നല്ല നിലയിൽ ജീവിക്കുകയും പെരുമാറുകയും ചെയ്യേണ്ട ഇടമാണ് വീടുകൾ. അപ്പൊ പള്ളികളുടെ രീതി അതാണ്. അപ്പൊ ഇതില് ഇനി നമ്മൾ എന്തുണ്ടാവാൻ പാടില്ല? ഉമർ റളിയല്ലാഹു അൻഹു അവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. നബിയുടെ പള്ളിയിലാണോ നിങ്ങൾ ശബ്ദമുണ്ടാക്കിയത് എന്നാണ് ചോദിച്ചത്. ഈ ഖാളി ഇയാദ് സാന്ദർഭികമായി ഓർമ്മ വരുന്നതാണ്. ഇമാം ഖാളി ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ വളരെ പ്രസിദ്ധമായ ഒരു കിതാബ്, അദ്ദേഹം അതിനകത്ത് വിവരിക്കുന്ന ഒരു വാചകമുണ്ട്. ഇമാമു ദാറുൽ ഹിജ്റ. ദാറുൽ ഹിജ്റ എന്ന് പറഞ്ഞാൽ മദീനയുടെ പേര്. മദീനയിലെ ഇമാമായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലം. അപ്പൊ രാജഭരണമാണ്. രാജഭരണമാകുമ്പോ രാജാവിന്റെ കീഴെയാണല്ലോ, ഭരണകർത്താവിന്റെ കീഴിലല്ലേ എല്ലാം. അങ്ങനെയാണല്ലോ ഉള്ളത്. ഏത് നാട്ടിലും പ്രസിഡന്റിന്റെ മുമ്പിൽ നിന്ന് നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കും. നമസ്കാരം കഴിഞ്ഞ അയാളുടെ പുറകിൽ നടക്കുന്നയാളുടെ പേരാണ് ഇമാം. എൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞാണിത്, വിഷമമൊന്നും തോന്നരുത്. അപ്പൊ രാജാവിന്റെ പുറകിൽ നടക്കുള്ളൂ നമ്മൾ. അപ്പൊ രാജഭരണകാലത്ത് ഇമാമു ദാറുൽ ഹിജ്റ എന്ന അപരനാമത്തിൽ ലോകപ്രസിദ്ധനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മദീനയിലുള്ള സമയത്താണ് രാജാവും വലിയ പരിവാരങ്ങളുമെല്ലാം അതിൻ്റെ ആർഭാടത്തിൽ വല്ല ഇതുണ്ടോ, കളിയും തമാശയും വിനോദവും ഇദ്ദേഹത്തിന്റെ ശബ്ദവും ഒക്കെ ആയിട്ട് വലിയൊരു പെരുമ്പറ അടിച്ചാ വന്നത് പള്ളിയിലേക്ക്. അപ്പൊ മദീന പള്ളിയുടെ കവാടത്തിൽ ഇമാം മാലിക് സധൈര്യം രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് തടഞ്ഞു. യാ അയ്യുഹൽ മലിക് ലാ തർഫഉ സൗതക ഫീ ഹാദൽ മസ്ജിദ് ഇന്നല്ലാഹ അദ്ദബ ഖൗമൻ ബിഖൗലിഹി തആല യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതക്കും ഫൗക സൗത്തിൻ നബി എന്ന ആയത്ത് ഇമാം മാലിക് ഇബ്നു അനസ് ഓതി. നിശബ്ദം. ഈ മാലിക്കിനെ തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ അവകാശമുള്ള ആളാണ്. എല്ലാവരും നിശബ്ദമായി. ഓ രാജാവേ, നിങ്ങളുടെ ശബ്ദം ഈ പള്ളിയിൽ പൊങ്ങരുത്. അള്ളാഹു ഒരു ജനതയെ അച്ചടക്കം പഠിപ്പിച്ചത് ഈ പള്ളിക്കകത്താണ്. അത് പടച്ചവന്റെ ഈ വാക്കാണ്. വിശ്വാസികളെ, നിങ്ങളുടെ ശബ്ദം നബിയുടെ ശബ്ദത്തെക്കാൾ ഈ പള്ളിയിൽ ഉയരാൻ പാടില്ല. എന്താ കാരണം? നിങ്ങൾ അതുവരെ ചെയ്ത മുഴുവൻ അമലും നിഷ്ഫലമായി പോകും. നിങ്ങളുടെ ഈമാനൊക്കെ അവിടെ ഉണ്ടല്ലോ, പക്ഷെ നിങ്ങൾ ചെയ്ത മുഴുവൻ അമലുകളുടെയും പ്രതിഫലം ഇല്ലാതായി തീരും. അപ്പൊ നിങ്ങൾ പരാജിതരാകും. ആളുകൾ നിശബ്ദമായി. ഒരുപാട് സംഭവങ്ങളുണ്ട് പറയാൻ. കാര്യങ്ങൾ സംസാരിക്കുന്നതിനോ ചോദിക്കുന്നതിനോ പഠിക്കുന്നതിനോ പറയുന്നതിനോ ഒന്നും വിരോധമില്ല. ശണ്ട കൂടാൻ പാടില്ല, ചേരി തിരിയാൻ പാടില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ ഹുത്തുബ ആര് നടത്തണം? ഇമാമിനൊരാളെ പിടിച്ച് താഴെ ഇറക്കും. അപ്പൊ അടുത്ത ആളെ കയറ്റും, പോലീസ് കാവല് നിൽക്കും. നിങ്ങൾക്കറിയാവുന്നതാട്ടെ പറയുന്നത്. ഖുർആൻ ഓതുന്ന ഒരു ജനതയുടെ പ്രവൃത്തിയാണ് ഈ കാണുന്നത്. അവരും ഖുർആനാണ് മഹത്വം. ഒരു സ്ഥലത്ത് പള്ളി തന്നെ പൊളിച്ചു. അപ്പൊ മുസാഹിബ് ചിതറിക്കിടക്കുകയാണ്. ഒരുപാട് മുസാഹിബുകൾ പള്ളിയിലേക്ക് ഒക്കപ്പ് ചെയ്തിട്ടുണ്ടല്ലേ ഈ പാവങ്ങൾ അറബികൾ. അതവിടെ ബുൾഡോസർ കൊണ്ട് നിരത്തിയപ്പോൾ മുസാഹിഫൊക്കെ ഇങ്ങനെ 100 കണക്കിന് ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. ആ ഒരു ജനതയോട് ഖുർആനിന്റെ ഒരായത്ത് ഇമാം മാലിക് അലൈഹി റഹ്മ ഓതിയ ആയത്ത് കിതാബു ഷിഫയിലെ ഇബാറത്താ നിങ്ങൾ കേട്ടത്. ഓതിയാൽ മുസാഹിഫിലെ 6000 ഇഷ്ടായത്ത് നിസ്സാരമായ ആളുകൾക്ക് ഈ ഒരു ആയത്തിന് എന്താ മാന്യതയും വിലയുള്ളത്? ഇപ്പൊ എല്ലാവരും മത്സരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർബന്ധിച്ചപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിന്നത്. എന്നിട്ടും നബി അതിനിടയിൽ ഇറങ്ങി വന്നു. തീരെ വയ്യ. 2 ആളുകളുടെ തോളിൽ കൈയിട്ടിട്ട് ഇറങ്ങി വരുന്നു. ഇമാം ബുഖാരിയുടെ ഉദ്ധരണം. ബാക്കി പറയണത് ഇമാം ബുഖാരിയാണ് ആ ഹദീസ് ഉദ്ധരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത്, നബിയുടെ ആഗമനം കണ്ടപ്പോൾ സിദ്ദീഖുൽ അക്ബർ മാറാൻ ശ്രമിച്ചു.
അപ്പൊ നബി അദ്ദേഹത്തിന് ആംഗ്യം കാണിച്ചു, അവിടുന്ന് തന്നെ നമസ്കരിക്കുക. നബിയുടെ മുൻപിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന ഈമാനികമായ ഹൃദയബന്ധവും ബഹുമാന ആദരവും നബിയോടുള്ളതൊരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ തഴലീമാണല്ലോ നബിയോടുള്ളത്. അതാണ് അബൂബക്കറിനെ പ്രേരിപ്പിക്കുന്നത്. നബി അദ്ദേഹത്തെ ഉറപ്പിച്ചു നിർത്തി. പക്ഷെ ആ ഹദീസാണ് റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം ഒന്നാമത് ആരായിരിക്കണം ഖലീഫ എന്നതിന് ഒന്നാമത് പരിഗണിച്ചത് നബി സിദ്ദീഖുൽ അക്ബറിനെ ഇമാമത്ത് നിർത്തി എന്നതാണ്. അത് നമ്മൾ വളരെ വലിയൊരു കാര്യമാണ്, പാഠമാണ് അതിൽ നിന്ന് നൽകുന്നത്. അപ്പൊ നബിയുടെ മുൻപിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു. അതിൽ ആർക്കും ആക്ഷേപമൊന്നും ഉണ്ടായില്ല. എന്തുകൊണ്ട് ഉമറിനെ ആക്കിയില്ല ഇമാമത്ത്, അലിയനെ ആക്കിയില്ല എന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു നമസ്കാരം കഴിഞ്ഞ് 4 വാതില് നബിയുടെ പള്ളിക്കുണ്ടല്ലോ, അതിൽ ഒരെണ്ണം പെണ്ണുങ്ങളുടെയാണ്. നമ്മളാരും സ്ത്രീകൾ നന്നാകുന്നത് ഇഷ്ടമുള്ളവരല്ല. ഫേസ്ബുക്കിൽ വർത്തമാനം ഒരുപാട് പറയും. കാരണം നബിയുടെ പള്ളിക്ക് ആകെ 4 വാതില്, അതിൽ ഒരു വാതില് സ്ത്രീകളുടെ മാത്രം. അതിൽ ഇബ്നു ഉമർ, ഇമാം അബൂദാവൂദ്, നസായി, ഇബ്നു മാജ, തുർമുദി, മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസ്, ലം യദ്ഖുൽ മിൻഹു ഇബ്നു ഉമർ ഹത്താ മാത, അത്രത്തോളം പറഞ്ഞു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുന്നത് വരെ നബിയുടെ ഒരു വാക്ക് കേട്ടു, ഈ വാതില് പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ ഇനി ഒരു പെണ്ണും ഇല്ലാത്തപ്പോഴാണെങ്കിലും ഈ വാതിലിലൂടെ ഞാൻ കടന്നാൽ നബിയുടെ വാക്കിന് എതിരാകുമല്ലോ എന്ന് ചിന്തിച്ച സഹാബിയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. 4 വാതിലാണ്. അതിലൊന്ന് ഞാൻ പറഞ്ഞു, അത് സ്ത്രീകൾക്കുള്ളതാണ്. അത് ബൈത്തുൽ മുഖദ്ദസിന്റെ നേരെയാണ്. ആ നേരെയാണ് 16 മാസം ജമാഅത്തായി റസൂലുള്ള ഇമാമത്ത് നിന്ന് ഖിബിലയായി അംഗീകരിച്ച് നമസ്കരിച്ചത്. ആ ഖിബില മാറിയപ്പോൾ നേരെ അങ്ങോട്ട് തിരിഞ്ഞാൽ മതി, മസ്ജിദുൽ ഹറമിന്റെ നേരെയാവും. ഇപ്പൊ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നോ മദീന പള്ളിയുടെ ഖിബില, അതിന്റെ നേരെ പിറകുവശമാണ് ബൈത്തുൽ മുഖദ്ദസ് എന്ന മസ്ജിദുൽ അഖ്സയുടെ സ്ഥാനം. അപ്പൊ ആ വശത്തേക്കുള്ള വാതില ഇന്നും അങ്ങനെ തന്നെയാണ് ആ വാതിൽ. അപ്പൊ ഒരു നമസ്കാരം കഴിഞ്ഞപ്പോ ഒരു വാതിലിന്റെ ഭാഗത്ത് അലി റളിയല്ലാഹു അൻഹു നോട്ടീസ് കൊടുക്കാന്ന് വെച്ചാൽ, ബിറ്റ് നോട്ടീസ്. നമ്മുടെ ഇസ്ലാം മതത്തിന്റെ പ്രചരണം ഇപ്പൊ അതാണല്ലോ. അവിടെ കുറച്ചു പേരിങ്ങനെ കൂടി. മറുഭാഗത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ് വേറൊരു വാതിലിലൂടെ ഇറങ്ങി വരുന്നവരെ വിളിച്ചു കൂട്ടിയിട്ട് നോട്ടീസ് കൊടുക്കുകയാണ്. 4 മണിക്ക് സൂക്ക് ഇന്ന സ്ഥലത്ത് മദീനയിൽ ഒരു യോഗം ഉണ്ട്, അങ്ങോട്ട് വരണം. ശരിക്കും മനസ്സിലാക്കേണ്ടതാണ് ഞാൻ ഈ പറയുന്നത്. തൽഹ വേറൊരു വാതിലിന്റെ അവിടെ കൂടിയിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നമുക്ക് 5 മണിക്കൊരു യോഗം ഉണ്ട്, അങ്ങോട്ട് വരണം. അങ്ങനെ 4 വശത്ത് 4 പേര് നിന്നിട്ട് അങ്ങനെ വിളിക്കുമല്ലോ. ഇതെല്ലാം പള്ളി കേന്ദ്രീകരിച്ചിട്ടാ തന്നെ. പിന്നെ ആ പള്ളിയിൽ ഫിത്തിന വരിക. ഇപ്പൊ എത്രത്തോളം എത്തിയെന്ന് ചോദിച്ചാൽ, പള്ളിയുടെ പരിചരണത്തിന് മത്സരം കൂടിയിട്ട്, അതിനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂല് മിഅ്റാജിന്റെ രാത്രിയിൽ സ്വർഗത്തിൽ പ്രവേശിച്ചു. ബുഖാരിയിലും മുസ്ലിമിലും വന്നൊരു ഹദീസ്. അപ്പൊ റസൂലുള്ളാഹിയുടെ മുൻപിൽ ഒരാൾ നടക്കുന്നു. അപ്പൊ നബി, അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു, അത് വേറെ ആരുമല്ല, ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന് എന്താ എന്റെ മുൻപിലെത്താൻ യോഗ്യത? ബാങ്ക് വിളിക്കുന്നത് അദ്ദേഹമാണ്. അതുകൊണ്ട് ഇമാം ഷാഫി അലൈഹി റഹ്മ അദ്ദേഹത്തിന്റെ കിതാബുൽ ഉമ്മിൽ ഒരു അധ്യായം തന്നെയുണ്ട്. ഹദീസിന്റെ കിതാബിൽ കാണാം നിങ്ങൾക്കത്. ഇമാം ഷാഫി പറയുന്നു, ഒരു സ്ഥലത്ത് വന്നുകൂടിയ പള്ളിയുടെ പരിചാരകൻ പള്ളിയിൽ വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തർക്കും ബാങ്ക് വിളിക്കണമെന്ന് ആഗ്രഹം. ഇപ്പൊ ഞാൻ വിളിക്കാം, അടുത്തത് നീ വിളിക്കും. ഇങ്ങനെ ഓരോരുത്തർക്ക് ആഗ്രഹം വന്നാൽ എന്ത് ചെയ്യണം? നറുക്കിടട്ടെ അവർക്കിടയിൽ. നമ്മളൊന്ന് ശരിക്കും ആലോചിക്കേണ്ടതാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ ആ വന്നുകൂടിയ 50 പേരുണ്ട്, 50 പേര് നറുക്കിട്ടു. ഒരാള് ബാങ്ക് വിളിച്ചു ഓർന്ന്, അടുത്തയാൾ അസറിന് ബാങ്ക് വിളിക്കും. കാരണം എല്ലാം ഈ ബാങ്ക് വിളിയുടെ കൂലി അറിഞ്ഞിരുന്നുവെങ്കിൽ അതിന്റെ പ്രതിഫലം വളരെ വലുതാണ്. അത് ഞാനിവിടെ വിവരിക്കുകയല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പൊ പള്ളിയുടെ കമ്മിറ്റിയിലേക്ക് ഇടാൻ നമ്മുടെ ആള് വേണം. മനസ്സിലാകണ്ടോ നിങ്ങൾക്ക്? ചില സംഘടനയിൽ ആളെ ചേർക്കണമല്ലേ?
എന്നോട് ക്ഷമിക്കുക എല്ലാവരും. മത്സരമാണ് അവിടെ. അപ്പൊ വഖഫ് ബോർഡ് രഹസ്യ ബാലറ്റാക്കി. എന്താ സമയച്ചെലവ്, പണച്ചെലവ്, ആരോഗ്യ ചെലവ് മുസ്ലിംകൾ ചെയ്യണം കേട്ടോ ഇത്. പടച്ചവന്റെ പള്ളിയുടെ പരിപാലനം. മുൻപൊക്കെ ആണെങ്കിൽ 50 കൊല്ലം മുമ്പാണെങ്കിൽ കേരളത്തിൽ വരുന്നവർ ഒരേ ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ഹൗദിൽ ഒഴിച്ചിട്ടാണ് ഒതു കൊടുത്തിരുന്നത്. ഇപ്പൊ സയൻസ് വർദ്ധിച്ചപ്പോൾ ഹൗദിൽ നിന്ന് ഒതു കൊടുത്താൽ രോഗം പകരുമെന്ന് പറയുന്നത്. ആരെ എവിടെ നിന്ന് പഠിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം 15 നൂറ്റാണ്ട് ജീവിച്ചിട്ട് ഹൗദിൽ നിന്ന് രോഗം പകർന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. എല്ലാവരും നമ്മൾ ക്ഷമിക്കണം. അതുകൊണ്ട് അന്ന് ആരും പള്ളിയുടെ പരിപാലനത്തിലില്ല. കമ്മിറ്റിയിലേക്കും വരില്ല, സെക്രട്ടറി ആകാനുമില്ല. എല്ലാ വെള്ളിയാഴ്ചയും നെയ്ച്ചോറ് മേടിച്ചു തരാന്ന് പറഞ്ഞാലും സെക്രട്ടറി ആവില്ല ഒരാൾ. കാരണം പണിയെടുക്കണം, പാവിരിക്കണം, തുടയ്ക്കണം, അടിച്ചു വാരണം, വെള്ളം കൊണ്ടുവന്നൊഴിക്കണം. നിൽക്കുന്ന ആൾക്ക് വർഷത്തിലൊരിക്കലേ ശമ്പളമുള്ളൂ പള്ളികളിൽ. 50 കൊല്ലം മുമ്പ് കേരളത്തിലെ പള്ളികളെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞു. സൂറത്ത് തൗബയിലെ ഈ ആയത്ത് നിങ്ങൾ പല പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കണം. തഫ്സീറുൽ കബീർ മലയാള വിവർത്തനത്തിൽ ഇത്ര വിവരണമില്ല, പക്ഷെ അതിൻ്റെ അറബിയിൽ ഒരുപാട് വിശദീകരണം നൽകുന്നുണ്ട്. ഞാനത് മുഴുവൻ പറയാൻ സമയമില്ല. മുസ്ലിമുകളുടെ ഒരു ദുരവസ്ഥ ഇവിടെ തുടങ്ങുന്നു. ഏറ്റവും വലിയ ദുരവസ്ഥ ഇവിടെ തുടങ്ങുന്നത് പള്ളിയിൽ നിന്നാണ്. അവർക്ക് ആരെയും പത്തിയല്ല. അപ്പൊ അതിൻ്റെ കമ്മിറ്റിയിലേക്ക്, പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, സെക്രട്ടറി സ്ഥാനത്തേക്ക് വലിയ വലിയ ആവേശകരമായ ചേരിതിരിഞ്ഞ ഏറ്റുമുട്ടല്, ബഹളം. ഒരു പൊതുയോഗം നടത്തിയ അന്ന് അവിടെ ബഹളം ഉണ്ടാക്കും. ഇമാം ഇബ്നു ഹജറിന്റെ ദവാജിർ ഞാൻ പറഞ്ഞു. ശബ്ദം അവിടെ ഉണ്ടാക്കുന്നയാളുടെ അവസ്ഥ ഞാൻ പറഞ്ഞു. മദീന പള്ളിയിൽ രാജാവിന്റെ ശബ്ദം ഒരല്പം ഉയർന്നപ്പോൾ അയാൾക്ക് അതിനുള്ള അവകാശം ഉണ്ടല്ലോ. പക്ഷേ ഇമാം മാലിക് അലൈഹി റഹ്മ തടഞ്ഞു. ഇന്നൊരു ഇമാമ് തടഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? ബാക്കി നിങ്ങൾ ആലോചിച്ച് പഠിക്കുക. വളരെ വലുതാണ്. മുസ്ലിം ലോകത്തിന്റെ ആകത്തുക പ്രതിസന്ധികളുടെ തുടക്കവും അതിൻ്റെ വളർച്ചയും വികാസവും അനൈക്യം, അവരുടെ ഏറ്റവും വലിയ ഇബാദത്തായ നമസ്കാരത്തിൽ, ഈമാനിൽ, പരലോകബോധ്യതയിൽ, സക്കാത്ത് കൊടുക്കുന്നതിൽ, അള്ളാഹു അല്ലാത്തവരെ ഭയപ്പെടാതിരിക്കുക എന്നൊരു മനസ്സ് രൂപപ്പെടുന്നതിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു സമൂഹമാണ്. അള്ളാഹു നാം ഓരോരുത്തരെയും മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ.